അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്താണ് എറണാകുളത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ? ഇന്നലെ LDF ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം മേയർ അനിൽകുമാറിൻ്റെ ഒരു വീഡിയോ, അദ്ദേഹം കൊച്ചിയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ, അത് സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ്. ഏത് രീതിയിലാണ് കൊച്ചിയിൽ വികസനം ഉണ്ടായത്, അതേത് രീതിയിലാണ് അടുത്ത ആളുകളിലേക്ക് ഞാൻ കൊച്ചിയെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചതിലും മികച്ചതാക്കി ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ് എന്ന് അനിൽകുമാർ പറയുന്ന ആ ഒരു വീഡിയോ, അത് വളരെ അധികം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വീഡിയോ കൂടിയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് വരുമ്പോൾ മത്സരം ഒന്നുകൂടെ മുറുകുന്നു, സ്ഥാനാർത്ഥി ചിത്രങ്ങളൊക്കെ വ്യക്തമാകുന്നു. പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലാണ്? വിനിഷ, വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന ജില്ലകളിൽ ഒന്ന് തന്നെയാണ് എറണാകുളം ജില്ല. ഈ എറണാകുളം ജില്ലയിൽ നിലവിൽ ഇപ്പോൾ ഇടതുപക്ഷം വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയങ്ങളിലും ഒപ്പം തന്നെ പ്രചരണ രംഗങ്ങളിലടക്കം ഏറെ മുന്നിലാണ്. മറ്റു മുന്നണികൾ ഒക്കെ തന്നെയും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി നേടുമ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നടക്കുന്നു. ഇപ്പോൾ വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് 23 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം LDF പൂർത്തിയാക്കി കഴിഞ്ഞു. അതിൽ 5 ഡിവിഷനുകളിൽ CPI ആണ് മത്സരിക്കുന്നത്. ഒപ്പം കേരള കോൺഗ്രസ് 2 സീറ്റ്, NCP 1, കോൺഗ്രസ് S 1, കേരള കോൺഗ്രസ് B 1 എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പട്ടിക എടുത്തു നോക്കുമ്പോൾ 6 മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കുന്നത്തുനാട് മുൻ 2020 പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന നിതാമോൾ ഇത്തവണ കോലഞ്ചേരിയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴായി, അതായത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, യുവജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും അതിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലുടനീളം അത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എറണാകുളം ജില്ലയിലും അത്തരം കാഴ്ചകളാണ്. 22 വയസ്സുകാരിയായ ആൻസാറ ജോൺസൺ മുളന്തുരുത്തിയിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ കൊച്ചി കോർപ്പറേഷന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ 76 സീറ്റുകളിലേക്ക് അതിൽ 75 സീറ്റിലും നിലവിൽ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നു ഇടതുപക്ഷം. ഇപ്പോൾ ഈ വിനിഷ സൂചിപ്പിച്ച ആ ഒരു സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും ഈ കൊച്ചി കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഉണ്ടായ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ അത് മുൻനിർത്തി തന്നെയാണ് ഇത്തവണയും മത്സരരംഗത്തേക്ക് ഇടതുപക്ഷം ഇറങ്ങുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഈ സമൃദ്ധി, ഒപ്പം തന്നെ ഈ ഷീൽ ലോഡ്ജ് പോലുള്ള നിരവധി പദ്ധതികൾ കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് സമർപ്പിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു ആത്മവിശ്വാസം LDFന് ഉണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി തുടരുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ, തുരുത്തി ഇരട്ട സമുച്ചയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ 394 കുടുംബങ്ങൾക്കാണ് അതുവഴി അവർക്ക് ഒരു വീടെന്ന സ്വപ്നം പൂവണിഞ്ഞത്. അത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിൽ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അത്തരം വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം നേടുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ UDFൻ്റെയും NDAയുടെയും ക്യാമ്പുകൾ നോക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി നേടുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷനിലേക്ക് 40 സീറ്റുകളിലേക്ക് മാത്രമാണ് UDFന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം വലിയ പ്രതിസന്ധി UDF ക്യാമ്പുകളിൽ ഉണ്ടാകുന്നു. പലരും രാജിവെച്ച് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ, അതായത് MX സെബാസ്റ്റ്യനെ 14ാം വാർഡ് പൊന്നുരുത്തിയിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വൈറ്റ്ല ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റായ AN സജീവ് രാജിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. AN സജീവ് മാത്രമായിരുന്നില്ല, സജീവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു നേതൃനിരയും പ്രവർത്തകരും അടക്കം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് UDF എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ UDF കൗൺസിലറായ സുനിത ഡെയ്സൺ BJPയിലേക്ക് പോയ കാഴ്ചകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സുനിത ഡെയ്സൺ നിലവിൽ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, NDAയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സമാനമായ സാഹചര്യം തന്നെയാണ് NDA ക്യാമ്പിലുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ വെറും 30 സീറ്റുകളിലേക്ക് മാത്രമേ അവർക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്തരത്തിൽ UDFും NDAയും വലിയ പ്രതിസന്ധിയെ ജില്ലക്കകത്ത് നേടുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു 4 ദിവസം മുന്നേ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് സംസ്ഥാനത്തൊട്ടാകെ വളരെ വേഗത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ UDFിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ജില്ലയിൽ, അതായത് എറണാകുളം ജില്ലയിൽ താൻ പോലും ഇടപെടാത്ത
ഇടപെടേണ്ട സാഹചര്യമില്ല. അത്തരത്തിൽ വളരെ വേഗത്തിൽ കോൺഗ്രസിലും ഒപ്പം തന്നെ ഈ UDF-ലും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടക്കുന്നു എന്ന കാര്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വളരെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം. വലിയ പ്രതിസന്ധി തന്നെയാണ് നിലവിൽ ഇപ്പോൾ UDF ക്യാമ്പിലുള്ളത്. അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും ഒപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ പ്രചരണ സമയങ്ങളിലൊക്കെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. വലിയ രീതിയിലുള്ള രാജികളിലേക്ക് പോകുന്നു. കോൺഗ്രസിൽ നിരവധി പേർ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നോക്കുകയാണെങ്കിൽ വലിയ മുന്നേറ്റം തന്നെ നിലവിൽ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇടതുപക്ഷത്തിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിയ ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഒപ്പം കൊച്ചി കോർപ്പറേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേടുന്നത്. അതിൽ എല്ലാ തരത്തിലും ഇപ്പോൾ യുവ നേതാക്കളുണ്ട്, ഒപ്പം തന്നെ മറ്റ് പരിചയസമ്പത്തുള്ള നേതാക്കളുണ്ട്. എല്ലാവർക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊക്കെ അവസരം നൽകിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ പട്ടികയുടെ അടിസ്ഥാനത്തിൽ അവർ നിലവിൽ ഇപ്പോൾ പ്രചരണ രംഗത്തും സജീവമായി കൊണ്ടിരിക്കുന്നു. എല്ലാ രംഗത്തും നിലവിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ സജീവമാകുന്ന ഒരു കാഴ്ച തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്നും കാണുന്നത്. വിനിഷ. ശരി, എറണാകുളം ജില്ലയിലെ ഒരു പൊതുചിത്രമാണ് അമൽനാഥ് പാടിച്ചാൽ പങ്കുവച്ചത്.